ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദിവസവും നാമജപം മുടങ്ങാതെ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം നിരന്തരം വായിക്കുന്നുണ്ട് എന്നും വിശ്വസിക്കുന്നു. ഇതൊരു വലിയ സൗഭാഗ്യമാണ്. നമുക്ക് കൃഷ്ണാവബോധത്തിൽ പരിശീലിക്കാൻ സാധിച്ചത്. നാളത്തെ ദിവസം വളരെ അധികം പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഗൗരപൂർണിമ, ശ്രീ ചൈതന്യ മഹാപ്രഭുയുടെ ജയന്തി. ചിലപ്പോൾ ആൾക്കാർ ഗുരുപൂർണിമയായിട്ട് തെറ്റിദ്ധരിക്കും. ഗുരുപൂർണിമ എന്ന് പറയുന്നത് വ്യാസതിഥി, വ്യാസദേവൻ്റെ ജന്മതിഥിയാണ് ഗുരുപൂർണിമ. ഗൗരപൂർണിമ ചൈതന്യ മഹാപ്രഭുയുടെ അവതാര ദിനമാണ്. ഗൗരപൂർണിമ അവതാരങ്ങളിലെ വച്ച് ഏറ്റവും കരുണാമയനാണ് ചൈതന്യ മഹാപ്രഭു. ഇത്രയും കാരുണ്യം വേറെ ഒരു അവതാരത്തിനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നു, കരുണയിൽ തന്നെ അത്രയ്ക്കും ഉയർന്നത് എന്ന് പറയും. സംസ്കൃത വാക്കുകളിൽ കാരുണ്യം, ദയ, കൃപ എന്ന് വ്യത്യസ്തമായ വാക്കുകളുണ്ട്. എന്താണ് ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം? ഒരു വാക്ക് ഉപയോഗിച്ചാൽ പോരെ. ഈ വാക്കുകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. ആ വ്യക്തിക്ക് കൃപയുണ്ട്, കൃപാ കടാക്ഷം, ദൈവം കൃപാകടാക്ഷം ചൊരിഞ്ഞു. കൃപ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്, ദയ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്, കാരുണ്യം എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട്. ഈ മൂന്ന് വാക്കുകൾ തമ്മിലും ചെറിയ വ്യത്യാസമുണ്ട്. കൃപ, ദയ, കാരുണ്യം. കൃപ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ഒരാളെടുത്ത് കാണിക്കുന്ന ഒരു അനുകമ്പ, അത് കൃപ. ദയ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് പറയാം? ഒരു കുട്ടി റോട്ടിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വ്യക്തി ചെന്ന് ആ കുട്ടിക്ക് ചോക്ലേറ്റൊക്കെ കൊടുത്ത് കരച്ചിൽ നിർത്തി. അത് കൃപ. അയ്യോ, ആ കുട്ടി പാവം കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുക, നമ്മൾ സങ്കടപ്പെടുക, അത് ദയ. കാരുണ്യം എന്ന് വെച്ചാൽ
ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മൾ നിന്ന് അവൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമായി കണ്ടുകൊണ്ട് വിഷമിക്കുക. അത് കാരുണ്യം. ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഈ വാക്കുകൾ തമ്മിൽ, പക്ഷെ അർത്ഥത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു പ്രാവശ്യം ചെയ്താൽ അത് കൃപ. അവൻ്റെ ദുഃഖം കണ്ട് നമ്മൾ വിഷമിച്ചാൽ ദയ. അവൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമായി കണ്ട് ഞാൻ കഷ്ടപ്പെടുവാണെങ്കിൽ അത് കാരുണ്യം. അതായത് ഇംഗ്ലീഷിലും സിമ്പത്തി, എമ്പത്തി എന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ റോട്ടിൽ എത്രയോ ഭിക്ഷക്കാരെ കാണുന്നു. ആ ഭിക്ഷക്കാരെ കണ്ട ഉടനെ നമ്മളൊരു 10 രൂപ കൊടുത്തു, 5 രൂപ കൊടുത്തു, അല്ലെങ്കിൽ അവർക്കൊരു നേരം ഊണ് വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ ചെയ്ത നല്ലൊരു കാര്യമാണ്, അത് കൃപ. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം ആ ഭിക്ഷക്കാരനെ കുറിച്ച് ഓർക്കുകയോ അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് യാതൊരു ചിന്തയുണ്ടാവില്ല. അത് കൃപ. ദയ. കണ്ട ഉടനെ പാവം എന്തുമാത്രം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി ഭിക്ഷക്കാരുണ്ടല്ലോ, എന്തായിരിക്കും ഇവർ, ദൈവം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഒരു സഹതാപം. അത് ദയ. കാരുണ്യം. നമ്മൾ അവൻ്റെ സ്ഥാനത്ത് നിന്ന് എന്തുമാത്രം അവൻ വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കി അവൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമായി കണ്ടുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കും. അതാണ് ഉയർന്നത് കാരുണ്യം എന്ന് പറയുന്നത്. ആ കൃപയേക്കാളും ദയേക്കാളും ഉയർന്ന അവസ്ഥയിലുള്ള കാരുണ്യം എന്ന് പറയുന്ന ആ ഹയ്യസ്റ്റ് എമ്പത്തി, ആ സ്വഭാവത്തിനെ മാത്രം എടുത്തുകൊണ്ട് ഭഗവാൻ ഒരു അവതാരം എടുത്തു. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ സമയത്ത് ഈ കളിയൊന്നും നടക്കില്ല. ഭഗവാന്റെ നേരെ എന്തെങ്കിലും ചെയ്താൽ ഭഗവാൻ തിരിച്ച് നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ശ്രീരാമചന്ദ്രമൂർത്തി ശത്രുക്കളെ ശിക്ഷിക്കും. കൃഷ്ണ ഭഗവാൻ തെറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ ശിക്ഷിക്കും. പക്ഷെ ചൈതന്യ മഹാപ്രഭു തെറ്റ് ചെയ്തവരെയും രക്ഷിക്കുക. ആ മഹാപ്രഭു ആരെയും തന്നെ ശിക്ഷിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ നമ്മൾ 2 തത്തയുടെ സംഭാഷണം നമുക്ക് കേൾക്കാം. 2 തത്തകളുണ്ടായിരുന്നു. ഒന്ന് ആൺതത്ത ശുഖ, ഇനിയൊന്ന് പെൺതത്ത സാരി. ഈ 2 തത്തകളും ആധ്യാത്മിക ലോകത്ത് ഉള്ള തത്തകളാണ്. അപ്പോൾ ഈ തത്തകൾ ഒരു ദിവസം തമ്മിൽ സംസാരിക്കുക, എന്തുമാത്രം അവതാരങ്ങൾ ഭഗവാനുണ്ട്, തിരമാലകൾ പോലെയാ ഭഗവാന്റെ അവതാരം, എണ്ണിയാ തീരില്ല, അത്രയും അവതാര ഭഗവാനുള്ളത്. നമുക്കൊരു 10 അവതാരം മാത്രമേ അറിയാവൂ, 10 അവതാരം മാത്രമേ അറിയാവൂ. എന്നാൽ ഈ 10നേക്കാളും കൂടുതൽ അവതാരങ്ങൾ ഭഗവാനുണ്ട്. ഋഷഭദേവൻ, ധന്വന്തരി, മോഹിനിമൂർത്തി, ഹയഗ്രീവൻ, ഹംസവതാരം, ഇങ്ങനെ എണ്ണിയാൽ തീരില്ല, തിരമാലകൾ പോലെ അവതാരമാണ്. അപ്പോൾ ഈ തത്തകൾ തമ്മിൽ സംസാരിക്കുന്നു, ഏത് അവതാരമാണ് കാരുണ്യം നിറയെ ഉള്ള അവതാരം? പുരുഷതര, പുരുഷ ഉത്തമ, പരിപൂർണ ഉത്തമതര. തമ്മിൽ ഉയർന്നത് പുരുഷതര, ഏറ്റവും ഉയർന്നത് പുരുഷ ഉത്തമ, അതിനേക്കാളും ഉയർന്നത് പരിപൂർണ പുരുഷോത്തമ. അങ്ങനെ ഏത് അവതാരമാണ് ഇത്രയും കാരുണ്യത്തിൽ ഉയർന്നത്? അപ്പോൾ ഉടനെ ശുകതത്ത പറഞ്ഞു, ശ്രീരാമനാ ഏറ്റവും കാരുണ്യത്തിൽ ഉയർന്ന അവതാരം. അതെന്താ? കാരണം തൻ്റെ പത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോയ രാവണൻ സീതാമാതാവിനെ എന്തുമാത്രം ദ്രോഹിച്ചു, സീതയ്ക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കി. പലതരത്തിലാണ് സീതാദേവിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത്രയും പീഡനം ചെയ്തിട്ടും ശ്രീരാമചന്ദ്രമൂർത്തി ആ രാവണനെ
ക്ഷമിക്കാൻ പലവട്ടം തയ്യാറായി. യുദ്ധത്തിന് മുമ്പേ ക്ഷമിക്കാൻ തയ്യാറായി. യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസം രാവണൻ വന്ന് പരാജയപ്പെട്ടു. അപ്പോഴാ ശ്രീരാമൻ പറഞ്ഞത്, രാവണ നീ തളർന്നിട്ടുണ്ടാവും, ഇന്ന് പോയി നാളെ വാ. അവസാന ദിവസവും രാവണനെ ക്ഷമിക്കാൻ തയ്യാറായി. അതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിയായ ഏറ്റവും കരുണാമയനായ അവതാരം തൻ്റെ ധർമ്മപത്നിയെ ഇത്ര ദ്രോഹിച്ചിട്ടും ആ ദ്രോഹം ചെയ്തവനെ ക്ഷമിക്കുക. നമുക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കുക, മറക്കുക എന്നൊക്കെ പറയുന്നത് നടക്കാത്ത കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും 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 അത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തിയായ ഏറ്റവും കരുണാമയനായ അവതാരം ശുഗം തത്ത ഉത്തരം പറഞ്ഞു. ഉടനെ സരി തത്ത പറഞ്ഞു, ഞാനിത് സമ്മതിക്കില്ല. അതെന്താ സമ്മതിക്കാത്തത്? ശ്രീരാമചന്ദ്രമൂർത്തി കരുണാമയനാ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു തവണ ഈ ശ്രീരാമചന്ദ്രമൂർത്തി എന്ത് ചെയ്തു? ഒരു തവണ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ശൂദ്രൻ വേദങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞ് ഉടനെ തൻ്റെ കുതിരയിലിരുന്ന് ഇറങ്ങി വാളും എടുത്ത് ആ ശൂദ്രൻ്റെ തല കൊയ്ത് കളഞ്ഞു. അവൻ വേദം പഠിച്ചെന്ന് പറഞ്ഞ് അവനെ കൊല്ലുക, ഇത് ന്യായമാണോ, ധർമ്മമാണോ, നേരാണോ? എന്തിനാ ശ്രീരാമചന്ദ്രമൂർത്തി ഇതെല്ലാം ചെയ്തത്? ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാമായണത്തിൽ ഒരു ചെറിയ കഥയാണ്. ഒരു തവണ ശ്രീരാമചന്ദ്രമൂർത്തി തൻ്റെ കുതിരപ്പുറത്ത് രഥത്തിൽ പോകുന്ന നേരത്ത് ഏതോ ഒരു ശൂദ്രൻ വേദങ്ങൾ വായിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തി അവനെ ശിക്ഷിച്ചു. എന്തിനാണ്? കാരണം എല്ലാവർക്കും തോന്നും അത് ചെയ്ത് ശരിയായില്ല. പക്ഷെ അതിനൊരു ഒരു ഉള്ളർത്ഥമുണ്ട് എന്തിനാ ചെയ്തതെന്ന്. ഇപ്പോൾ ഒരു സ്ഥലത്ത് കത്തി വിറ്റുകൊണ്ടിരിക്കുകയാണ്. തെരുവോരത്തിൽ ഒരു കടക്കാരൻ കത്തി അല്ലെങ്കിൽ അതിൽ വളരെ ഷാർപ്പായിട്ടുള്ള ചില ആയുധങ്ങൾ ഇങ്ങനെയൊക്കെ. ഈ ഷാർപ്പായിട്ടുള്ള ആ ഒരു പെൻസിൽ പോലത്തെ കത്തി, അതിനെ ഒരു ഡോക്ടർ കാണുന്നു, ഒരു കൊലകാരനും കാണുന്നു. രണ്ട് പേര് കാണുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഡോക്ടർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ആ കത്തിയെ കാണുമ്പോൾ ഇത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗപ്പെടും, ആരെങ്കിലും ജീവൻ രക്ഷിക്കാൻ ഓപ്പറേഷന് ഈ കത്തി ഉപയോഗപ്പെടും, ഇതായിരിക്കും ഒരു ഡോക്ടർ ചിന്തിക്കുക. അതേ കത്തിയെ ഒരു കൊലകാരൻ കാണുമ്പോൾ ആരെങ്കിലും കുത്തിക്കൊല്ലാൻ ഇത് ഉപയോഗപ്പെടും. കത്തി ഒന്ന് തന്നെയാണ്. കാണുന്ന രണ്ട് പേരും രണ്ട് രീതിയിൽ ചിന്തിക്കും. അതേപോലെ വേദം ശരിയായ കയ്യിൽ പോയില്ലെങ്കിൽ ചിലരതിനെ ദുരുപയോഗം ചെയ്യും. ഇപ്പം എങ്ങനെ ആൾക്കാർ പറക്കം പാഞ്ഞ് പറയുന്നുണ്ട്, ശ്രീരാമൻ മീൻ കഴിച്ചു, അതുകൊണ്ട് നമ്മളെല്ലാവരും മീൻ കഴിക്കണമെന്ന്. ഇതിപ്പോൾ വളരെ ആവേശത്തോടുള്ള ചർച്ചയാണ്. നരസിംഹമൂർത്തി കുടലൊക്കെ വാരി എടുത്തിട്ടു എന്നും പറഞ്ഞ് നമുക്ക് ആൾക്കാരെ കുടലൊക്കെ വലിച്ചു കീറാൻ പറ്റുമോ? അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ആ ശൂദ്രൻ ഈ വേദം പഠിച്ചു കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ശിക്ഷിച്ചു. ഇപ്പം ശ്രീരാമചന്ദ്രമൂർത്തി കരുണാമയന, എന്നാലും വേദത്തിനെ എതിർത്ത് ഒന്നും ചെയ്യില്ല. അപ്പോൾ സരിക തത്ത പറഞ്ഞു, അപ്പോൾ കാരുണ്യവാൻ ശ്രീരാമനല്ല, ഇതിനേക്കാളും കൂടുതൽ കരുണാമയനാരാ? അപ്പം അടുത്തത് ശുഗം തത്ത പറഞ്ഞു, കൃഷ്ണ ഭഗവാൻ കരുണാമയന. കാരണം വേദവും ധർമ്മവും ഒന്നും നോക്കില്ല. ആർക്ക് ഭക്തി ഉണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ സ്വീകരിക്കും. കൃഷ്ണന് 10 വയസ്സായപ്പോൾ കൃഷ്ണ ഭഗവാൻ മഥുരാപുരിയിൽ കംസനെ കാണാൻ പോയി. പോകുന്ന വഴിക്ക് ഒരു പൂമാല കെട്ടുന്ന ഒരു ആൾ, പൂക്കാരൻ, ഭഗവാന്റെ സൗന്ദര്യമെല്ലാം കണ്ട് അതീവ സന്തുഷ്ടനായി മനോഹരമായ ഒരു പൂമാലയൊക്കെ കെട്ടി കൃഷ്ണ ഭഗവാന്റെ കഴുത്തിലിട്ടു. ഉടനെ അയാൾക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ.
അത് കഴിഞ്ഞിട്ട് ആരെല്ലാം ഭഗവാനെ സ്തുതിച്ചുവോ, ഒരു ദാസി കുബ്ജ, കൂനി, ജന്മനാ കൂനിയാണ്. ആ കുബ്ജ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് ചന്ദനം തേച്ചു കൊണ്ടുപോവുക, അരച്ച്, ചന്ദനമൊക്കെ അരച്ചിട്ട്. കൃഷ്ണനെ കണ്ട മാത്രയിൽ ഭഗവാന്റെ സൗന്ദര്യം അത്രയ്ക്ക് ഇഷ്ടമായി. ആ കിണ്ണത്തിയുള്ള ചന്ദനം എല്ലാം എടുത്ത് ഭഗവാന്റെ കവിളിൽ പുരട്ടി. എത്തുന്നില്ല, കൂനിയ, അങ്ങനെ കുനിഞ്ഞു വളഞ്ഞാണ് ചെയ്യുന്നത്. കൃഷ്ണ ഭഗവാൻ പതുക്കെ അവളുടെ താടിയിൽ ഒരു കൈ കൊടുത്ത് ഇങ്ങനെ തൂക്കിയപ്പോൾ ഭഗവാന്റെ സ്പർശന മാത്രമേ അതീവ സുന്ദരിയായി മാറി കുബ്ജ. ആ കുബ്ജയ്ക്ക് നാണം കൊണ്ട് മുഖമെല്ലാം ചുവന്നു. ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഒരു ദാസി, താഴ്ന്ന കുലത്തിൽ ജനിച്ച സ്ത്രീ നമ്മുടെ ഏതെങ്കിലും അമ്പലത്തിനകത്ത് പോയി ഭഗവാന്റെ വിഗ്രഹത്തിൽ ചന്ദനം പുരട്ടാൻ അനുവദിക്കുമോ ആരെങ്കിലും? ഇല്ല. പക്ഷെ ഭഗവാൻ അന്ന് മഥുരാപുരിയിൽ വന്നപ്പോൾ ഒന്നും നോക്കിയില്ല, ഉയർന്നവർ താഴ്ന്നവർ ബ്രാഹ്മണർ ഒന്നും നോക്കിയില്ല. ആർക്കെല്ലാം ഭക്തി ഉണ്ടായിരുന്നോ എല്ലാവരെയും അനുഗ്രഹിച്ചു. ശ്രീരാമചന്ദ്രമൂർത്തി അനുഗ്രഹിക്കും, പക്ഷേ ധർമ്മത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യില്ല. ഏതോ ഒരു അലക്കുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തി ഗർഭിണിയായ സീതയെ കാട്ടിലേക്ക് വിട്ടു. കൃഷ്ണ ഭഗവാന്റെ സമയത്താണ് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ അലക്കുകാരന് നല്ലോണം കിട്ടിയെന്ന്. ശ്രീരാമചന്ദ്രമൂർത്തിക്കും കൃഷ്ണ ഭഗവാൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കൃഷ്ണ ഭഗവാൻ രാമനേക്കാളും കാരുണ്യവാനാണ് എന്ന് ശുകം തത്ത പറഞ്ഞു. അപ്പം ശരിക്കാ തത്ത, പെൺതത്ത പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞതൊക്കെ നേരാ, ശരിയാ. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? പൂക്കാരനെ അനുഗ്രഹിച്ചു, കുബ്ജയെ അനുഗ്രഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ഒരു അലക്കുകാരൻ ഉണ്ടായിരുന്നു. കംസൻ്റെ കൊട്ടാരത്തേക്ക് ഇങ്ങനെ തുണിയെല്ലാം അട്ടി മനോഹരമായ പട്ടുവസ്ത്രങ്ങളൊക്കെ അട്ടിക്കൊണ്ടുപോവുക. കൃഷ്ണനും കൂട്ടുകാരനും ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് തുണി തരുമോ എന്ന്. അലക്കുകാരൻ ഓട്ടിച്ചു വിട്ടു. ആ ദേഷ്യത്തിൽ കൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ഒരടി. അലക്കുകാരൻ്റെ തല ശരീരത്തിൽ നിന്ന് 2 കഷ്ണമായി അങ്ങ് പോയി. ഒരു തുണി തരാത്തതിനാണോ ഒരു കൊല ചെയ്യുക, കൊലപാതകം നടത്തുക? വസ്ത്രം ചോദിച്ച് തന്നില്ല, കൊല്ലുന്നത് നേരാണോ? അപ്പം ശുകം തത്ത പറഞ്ഞു, അല്ല, ഈ അലക്കുകാരനാ ത്രേതായുഗത്തിൽ രാമനെ കുറ്റം പറഞ്ഞ അലക്കുകാരൻ. അവനെ ശ്രീ ഭഗവാൻ ശരിയാക്കി, അപ്പം ചെയ്യാനുള്ളത് ഇപ്പം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണ ഭഗവാനും കരുണാമയനല്ല. ഭക്തിയുള്ളവരെ അനുഗ്രഹിക്കും, ഭക്തിയില്ലാത്തവരെ ശിക്ഷിക്കും. അത് ശരിയല്ല. ഇതിനേക്കാളും കരുണാമയൻ ആരാ എന്ന് ചോദിച്ചപ്പോൾ ശുകം തത്ത പറഞ്ഞു, കൃഷ്ണ ഭഗവാൻ കലികാലത്തിൽ രഹസ്യ ഒരു അവതാരം എടുക്കുന്നുണ്ട്. ആരും അറിയാതെ, ലോകം അറിയാതെ, വേദത്തിനകത്തും ശാസ്ത്രത്തിനകത്തും ഒളിച്ചു ഒരു അവതാരം. ശ്രീ ചൈതന്യ മഹാപ്രഭു ആരെയും ശിക്ഷിച്ചിട്ടേ ഇല്ല. എത്ര എന്താ പറയുക, നീചമായ വ്യക്തികളെ പോലും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു മഹാപ്രഭുയുടെ അവതാര ലക്ഷ്യം. 2 കള്ളുകുടിയന്മാർ, ജഗായ് മതായ്, കള്ള് കുടിച്ച് മത്ത് പിടിച്ച് ബോധം കെട്ട് അവർ ഈ കുപ്പിയും ഗ്ലാസും മൺപാത്രമൊക്കെ എടുത്തിട്ട് നിത്യാനന്ദ പ്രഭുയുടെ തലയ്ക്ക് വന്ന് അടിച്ചങ്ങ് ചോര ഒലിച്ചു വരാൻ തുടങ്ങി. മഹാപ്രഭു അവരെയും അനുഗ്രഹിക്കുക ചെയ്തത്. ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മുടെ ഇത് ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ 200-300 പേര് ഈ സത്സംഗത്തിലുണ്ട്. എൻ്റെ മുഴുവൻ ജീവിതത്തിൽ എനിക്ക് ആരോടും ക്രോധമുണ്ടായിട്ടില്ല, ആരെയും ഞാൻ എന്താ പറയുക നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല, ആരേക്കും എതിരെ ഞാൻ ഒരു ചിന്തയും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുടെ അടുത്തെങ്കിലും നമുക്ക് ശത്രുതയുണ്ടായി കാണും. എത്രയോ സമയങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്ത് അടി കൂടുമ്പോൾ അന്ന് രാത്രി തോന്നും കൈ കിട്ടുന്നിടത്ത് ഇയാളുടെ തലയ്ക്ക് അങ്ങ് അടിച്ചു കൊടുക്കുക എന്നൊക്കെ. പക്ഷേ ചൈതന്യ മഹാപ്രഭുയുടെ അവതാര ലീലയിൽ ഒരാളെപ്പോലും മഹാപ്രഭു ശിക്ഷിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നുമേ ചെയ്തിട്ടില്ല.
ഏറ്റവും കരുണാമയനായ അവതാരം, രഹസ്യ അവതാരം ചൈതന്യ മഹാപ്രഭു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ ആചാര്യന്മാർ ചോദിക്കണോ, എന്തിനാ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്? അവതാരം വന്നപ്പോൾ പരസ്യമായിരുന്നു, വരാഹ, നരസിംഹ, വാമണ എല്ലാം പരസ്യമായിരുന്നു. എന്തിനാ ചൈതന്യ മഹാപ്രഭുവിനെ രഹസ്യമായി വെച്ചത്? സ്വർണം എവിടെന്നാ കിട്ടുക? ഭൂമിയുടെ അടിയിൽ ആഴത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഈ ചോദ്യം ഞാൻ ഇവിടെ കഴിഞ്ഞ ഒരു സത്സംഗത്തിൽ ചോദിച്ചു, സ്വർണ്ണം എവിടെന്നാ കിട്ടുക? ഒരു 5 പഠിക്കുന്ന കുട്ടി എണീറ്റ് പറഞ്ഞു സ്വർണ്ണക്കടയിൽ നിന്ന് കിട്ടുമെന്ന്. അത് ശരിയാ, സ്വർണ്ണക്കടയിൽ നിന്ന് കിട്ടും. പക്ഷെ സ്വർണം യഥാർത്ഥത്തിൽ എവിടെന്നാ ലഭിക്കുക? ഭൂമിയുടെ ആഴങ്ങളിൽ ഖനി, ആ മൈനിൽ പോയി ജീവൻ പണയം വെച്ചൊക്കെയായി സ്വർണം കൊണ്ടുവരിക. നവരത്നങ്ങൾ, വജ്രം, ഡയമണ്ട്, ഇതെല്ലാം എവിടെന്നാ കിട്ടുക? ഇതെല്ലാം ഓരോ സ്ഥലത്ത് വളരെ ആഴമായാണ് ഇതെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഏതും നിസാരമായി കിട്ടില്ല, എല്ലാം ആഴത്തിലൊക്കെയാണ് ഉള്ളത്. ചിലരൊക്കെ പറയാറുണ്ട് ചില പാമ്പിൻ്റെ തലയ്ക്കകത്ത് മാണിക്യം ഉണ്ടെന്നും, ഏതോ ആനയുടെ തലയ്ക്കകത്തൊക്കെ എന്തോ ഒരു പ്രത്യേക കല്ലുകൾ എന്നൊക്കെ പറയാറുണ്ട്. അതായത് മൂല്യങ്ങളുള്ളതൊന്നും നിസാരമായി വെളിയിൽ കിട്ടില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കയ്യിൽ ഒരു 1000 2000 രൂപയുടെ ഒരു നോട്ട് ബണ്ടിലുണ്ടെന്ന് വെച്ചോളൂ. ഒരു കെട്ട് പണം മേശപ്പുറത്തോ ചവിട്ടുമെത്തയുടെ പുറത്തോ സോഫയിലോ എവിടെയെങ്കിലും വെക്കുമോ? അല്ല അലമാറയിൽ വെച്ച് പൂട്ടി വെക്കുമോ? നമ്മളത് അലമാറയിൽ വെച്ച് പൂട്ടി വയ്ക്കും. അതെന്താ? ഭാര്യയെ വിശ്വാസമില്ലേ? കുട്ടികളെ വിശ്വാസമില്ലേ? എല്ലാവരെയും വിശ്വാസമുണ്ട്. എന്നാലും മൂല്യമുള്ളതിനെ നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ ഈ ഏറ്റവും കരുണാമയനായ അവതാരം ശ്രീ ചൈതന്യ മഹാപ്രഭു രഹസ്യമായിരുന്നു. അതേപോലെ നമ്മളും നമുക്ക് മൂല്യം കൽപ്പിക്കുകയാണെങ്കിൽ നമ്മളും രഹസ്യമായി തന്നെ ഇരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ എന്നെയും കാത്തു സൂക്ഷിക്കണം. എനിക്കൊരു മൂല്യം കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ ശരീരത്തിനകത്ത് മദ്യം, മാംസം, ചോര ഇതൊന്നും ഇടാൻ പാടില്ല. കാരണം ഞാനിതിന് പരിപാവനമായി നോക്കുകയാണ്. ചൂഷണം ചെയ്യരുത്. എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ചൂഷണം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏറ്റവും രഹസ്യമായ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം. എന്തിനാ മഹാപ്രഭു അവതരിച്ചത്? 3 കാരണങ്ങളുണ്ട് മഹാപ്രഭു അവതരിക്കാൻ. ഒരു കാരണം, അദ്വൈതാചാര്യൻ എന്ന് പറയുന്ന ഒരു മഹാഭക്തൻ ക്ഷണിച്ചു മഹാപ്രഭുവിനെ. 500 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ, പ്രത്യേകിച്ച് കാളിയെ പൂജിക്കുന്ന നിങ്ങൾ ഈ വെസ്റ്റ് ബംഗാൾ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കാളിയെ പൂജിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. കാളിയുടെ പേരും പറഞ്ഞ് ഉള്ള ആടും കോഴിയെല്ലാം വെട്ടിത്തിന്നു. കാളിക്ക് ബലി കൊടുത്തു, കാളിക്ക് കുരുതി കൊടുത്തു എന്ന് പറഞ്ഞ് ഉള്ള കോഴിയപ്പൂ മുഴുവനും പിടിച്ച് തിന്നു അവർ. ദൈവത്തിൻ്റെ നാമത്തിൽ പാപം ചെയ്തു തുടങ്ങി. വേദങ്ങളുടെ പേരും പറഞ്ഞ് ഈ കോഴിയും ആടും കുരുതി കൊടുക്കുക, തിന്നുക. ഇതെല്ലാം കണ്ടിട്ട് ഈ മഹാഭക്തനായ അദ്വൈതാചാര്യന് സഹിച്ചില്ല. അതായത് സത്യത്തിൽ നമുക്ക് സങ്കടം തോന്നും. ജനങ്ങളിങ്ങനെ മത്സ്യമാംസാദികളൊക്കെ കഴിച്ച് മൃഗങ്ങളെ കൊന്ന് ജീവിക്കുന്നത് യഥാർത്ഥ ഒരു വൈഷ്ണവന് ഒരു സങ്കടം തോന്നും. ഒരിക്കലും ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ ചോദ്യം ചോദിച്ചു, ഒരു പത്രപ്രവർത്തകൻ ചോദ്യം ചോദിച്ചു, ആധ്യാത്മിക വ്യക്തിക്കും ഭൗതിക വ്യക്തിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, റോട്ടിൽ നടന്നു പോകുന്ന സമയത്ത് മൃഗങ്ങളെ കൊന്ന് കശാപ്പ് കടയുടെ മുമ്പേ തൂക്കിയിട്ടിരിക്കും. കേരളത്തിലൊക്കെ എവിടെ പോയാലും നമുക്ക് ആ ഡിസ്പ്ലേ കാണാം. മൃഗങ്ങളെല്ലാം വെട്ടി. ചില അന്യരാജ്യങ്ങളിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടെങ്കിലും ഡിസ്പ്ലേ പാടില്ലെന്നാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയല്ല. പശുവിനെ കെട്ടി അങ്ങ് തൂക്കിയിരിക്കും, ആടിനെ കെട്ടി തൂക്കിയിരിക്കും. ചില സമയത്ത് ഈ പശുവിൻ്റെ തലയൊക്കെ വെട്ടി എക്സിബിഷൻ പോലെയൊക്കെ വെച്ചിരിക്കും. അത് കാണുമ്പോൾ കണ്ണിൽ വെള്ളം വന്നാൽ ആധ്യാത്മിക വ്യക്തി, നാവിൽ വെള്ളം വന്നാൽ ഭൗതികവാദി എന്ന് ആ ഗുരു ഉത്തരം പറഞ്ഞു.
എത്ര സിമ്പിളായിട്ട് വലിയൊരു തത്വത്തിനെ അദ്ദേഹം പറഞ്ഞു. ആ മൃഗങ്ങളെ കൊന്നു കെട്ടി തൂക്കിയിരിക്കുമ്പോൾ കണ്ണിൽ വെള്ളം വന്നാൽ അവൻ ആത്മീകവാദി, നാവിൽ വെള്ളം വന്നാൽ അവൻ ഭൗതികവാദി. ഒറ്റ വരിയിൽ ഉത്തരം പറഞ്ഞു. അന്ന് അദ്വൈതാചാര്യർക്ക് ഈ ജനങ്ങൾ ഈശ്വരൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ദ്രോഹങ്ങളെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ ഇവരെയൊക്കെ ഇനി എങ്ങനെയാണ് നന്നാക്കുക, ദൈവം ഈശ്വരൻ വിചാരിച്ചാലേ ഇവരെ നന്നാക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗംഗാജലവും എടുത്ത് ശാലഗ്രാമിൽ അഭിഷേകം ചെയ്ത് ഭഗവാൻ തന്നെ വരണം. പക്ഷേ ഇപ്രാവശ്യം ആയുധമൊന്നും കൊണ്ടുവരരുത്. കൃഷ്ണ ഭഗവാൻ വന്നപ്പോൾ സുദർശന ചക്രം ഇതൊക്കെ കൊണ്ടുവന്നു. ശ്രീരാമചന്ദ്രമൂർത്തി കോദണ്ഡം എന്ന് പറയുന്ന വില്ലും അമ്പും ഒക്കെ കൊണ്ടുവന്നു. ഇതൊന്നും കൊണ്ടുവരരുത്. കാരണം വെട്ടാൻ തുടങ്ങിയ കേരളത്തിലുള്ള മൊത്തത്തിനെയും വെട്ടേണ്ടി വരും, ബാക്കി ആരും കാണൂല. ഭൂമിയിലുള്ള അത്ര പേരെയും ശിക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് കാരുണ്യത്തിനെ ആയുധമായി കൊണ്ടുവന്ന് ഇവരെ ഉദ്ധരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ആ അദ്വൈതാചാര്യൻ എന്ന മഹാഭക്തൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാൻ. കാരണം കലികാലത്തിൽ ദൈവം നാമരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. കലികാലേര നാമരൂപേണ കൃഷ്ണേര അവതാർ. മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന പല അവതാരങ്ങളുണ്ടെങ്കിലും കലികാലത്തിൽ നാമരൂപം, നാമത്തിൽ കൂടെയാണ് ഭഗവാൻ എല്ലാവരെയും ഉദ്ധരിക്കുന്നത്. ശബ്ദബ്രഹ്മം ആ ബ്രഹ്മഭുവനാ പര്യന്തം സർവം മായാമയം ജഗത് സത്യം സത്യം പുനഃ സത്യം ഹരേർനാമൈവ ഹി കേവലം. നാമജപത്തിൽ കൂടെ കലികാലത്തിൽ ഉദ്ധരിക്കും. അങ്ങനെ നാമം പ്രചരിപ്പിക്കാൻ ഭഗവാൻ വന്നു. അത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഒരു ദിവസം ഗോലോക വൃന്ദാവനം വൈകുണ്ഠത്തിൽ ഭഗവാൻ രാധാദേവിയോടെ ഉള്ളപ്പോൾ ഭഗവാന്റെ നാമവും ചൊല്ലി 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 രാധാദേവി കരയെ ആനന്ദം കൊണ്ട് രോമാഞ്ചപുളകിതയായി, രോമാഞ്ചമുണ്ടായി, കണ്ണീര് ചൊരിഞ്ഞ് രാധാറാണി കരയുക. കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ കരയണ? അല്ല, ആ സന്തോഷം കൊണ്ട് ഞാൻ കരയാണെന്ന് രാധാറാണി പറഞ്ഞു. അപ്പോൾ കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, അതെന്ത് സന്തോഷമാണ് നീ അനുഭവിക്കുന്നത്, ഞാൻ അറിയാത്തത്? രാധാറാണി പറഞ്ഞു, ഭൂമിയിൽ അങ്ങ് അറിയാത്ത ഒരു കാര്യമില്ല. ഭഗവാൻ അറിയാതെ ഒരു പുൽക്കൊടി പോലും ഭൂമിയിൽ അനങ്ങത്തില്ല. ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഭക്തന്മാർ ഭഗവാനെ ധ്യാനിച്ച് അനുഭവിക്കുന്ന ആനന്ദം അതൊരിക്കലും ഭഗവാന് മനസ്സിലാവില്ല എന്ന് രാധാറാണി പറഞ്ഞു. ഭക്തൻ അനുഭവിക്കുന്ന ആനന്ദം ഭഗവാന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, അത് കൊള്ളാമല്ലോ, ഞാൻ അറിയാത്ത ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ടോ, എന്നാൽ അതും കൂടെ അറിയണം എന്ന് പറഞ്ഞ് ഭഗവാൻ ഭക്തൻ്റെ ഭാവത്തിൽ അവതരിച്ചു. അത് മൂന്നാമത്തെ കാരണം. ഇങ്ങനെ 3 കാരണം കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുന്നത്. ആദ്യത്തെ കാരണം അദ്വൈതാചാര്യൻ എന്ന ഒരു മഹാഭക്തൻ ക്ഷണിച്ചതുകൊണ്ട്. രണ്ടാമത്തെ കാരണം നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാൻ. മൂന്നാമത്തത് രാധാറാണി അനുഭവിച്ച ഭാവം അറിയാൻ. അപ്പം ആ ചൈതന്യ മഹാപ്രഭു അവതരിച്ച സുദിനമാണ് നാളെ. ഗൗരപൂർണിമ, പൂർണിമ തിഥിയാണ് നാളെ. അപ്പോൾ നാളെ 1486 മഹാപ്രഭു അവതരിക്കുന്നത്. അന്ന് അത് ഒരു ചന്ദ്രഗ്രഹണ ദിവസമായിരുന്നു. അപ്പോൾ മഹാപ്രഭു അവതരിച്ചപ്പോൾ എല്ലാവരും ഗംഗയിൽ ഇറങ്ങി ഹരിഹരി എന്ന് ഉറക്ക നാമം ജപിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം ഭക്തന്മാരെല്ലാം നല്ലോണം നാമജപം ചെയ്ത് മഹാപ്രഭുയുടെ അവതാരത്തിനെ, ലീലകളെ, മഹിമയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും. വേദവും ശാസ്ത്രവും ഗീതയൊക്കെ പഠിച്ചിട്ട് സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ പ്രയോജനമില്ല. ശാന്തനാവണം. അസൂയ, ദേഷ്യം, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കുറയണം.
ക്രമേണ വിശാലമായ ഹൃദയം ഉണ്ടാകണം. അതിൽ ഞാൻ മാത്രമല്ല മറ്റുള്ളവർക്കും അതിൽ വസിക്കാൻ ഉള്ള സൗകര്യമുണ്ടാകണം. മഹാപ്രഭു അതുകൊണ്ടാണ് ഈ കാരുണ്യത്തിനെ ആയുധമാക്കി കൊണ്ടുവന്നത്. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം.